നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ട്. നമ്മൾ സിലബസിൽ തന്നിരിക്കുന്ന എന്താണ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ അണ്ടറിൽ വരുന്ന ഒരു ഒരു പാർട്ടാണിത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയിൽ എന്താ പഠിക്കുന്നത്, അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ അതിന് ഫലമായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ കയ്യിലുള്ള സ്പെസിഫിൻ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനകത്ത് ഏതൊക്കെ മോളിക്യൂൾസുകളുണ്ട്, ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ടോ, അങ്ങനത്തെ ഉള്ള സ്പെഷ്യൽ അതായത് സ്പെഷ്യലി ഉള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പ്രത്യേകതകൾ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി ആയാലും UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിലൂടെ നമുക്കത് കിട്ടുന്നത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും മാറ്ററും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പൊ എന്തിനാ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മൾ എടുക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ടൊരു ഇന്ററാക്ഷൻ അല്ല, പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈലി ആക്സിലറേറ്റഡ് ഇലക്ട്രോൺ ബീമിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അവിടെ നമ്മൾ ലൈറ്റ് അല്ല യൂസ് ചെയ്യുന്നത്, ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ല യൂസ് ചെയ്യുന്നത്. അതിന് പകരം എന്താണ്, ബീം ഓഫ് ഇലക്ട്രോൺ വന്ന് നമ്മുടെ സാമ്പിളിൽ വന്ന് വീഴും. അന്നേരം കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. ആ ചേഞ്ചസിനെ സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് മോളിക്യൂൾസിന് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മൾ സാധാരണ ലൈറ്റ് മൈക്രോസ്കോപ്പുകളുണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അതിനെക്കാട്ടിലും ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ്. കാരണം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ഹൈ റെസൊല്യൂഷൻ ആണുള്ളത്, ഹൈ റിസോൾവിംഗ് പവർ ആണുള്ളത്. ഏകദേശം ഒരു 1 lakh അല്ലെങ്കിൽ 3 lakh ടൈംസ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. വേവ് ലെങ്ത് ഒക്കെ നമ്മൾ കുറച്ച്, അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീമില്ലേ, അതിന്റെ വേവ് ലെങ്ത് ഒക്കെ വളരെ കുറവായിരിക്കും. അതെന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാളും റിസോൾവിംഗ് പവർ കൂടുതലാണ് ആർക്ക്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ലൈറ്റ് മൈക്രോസ്കോപ്പിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഹൈലി ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീമിനെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മാറ്റർ നമ്മുടെ സാമ്പിളും ഇലക്ട്രോൺ ബീമുമായിട്ടായിരിക്കും അവിടെ ഇന്ററാക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ പറ്റി പറയാം. അപ്പൊ നമ്മൾ സെം എന്നാണ് സാധാരണ പറയുന്നത്. അപ്പൊ ഞാൻ സെം എന്ന് പറഞ്ഞാൽ അതെന്താണ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ത്, സ്കാനിങ് ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെന്ത്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട്. ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്, അങ്ങനെ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. നമുക്കിപ്പോൾ സിലബസിൽ സെം മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ അത് മാത്രം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഓർ മൈക്രോസ്കോപ്പി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ബീം, വരുന്ന ഇലക്ട്രോൺ ബീം അത് നമ്മുടെ സാമ്പിളിനകത്തേക്ക് കടന്നു പോകും. ഓക്കെ, അപ്പൊ സാമ്പിളിനകത്തേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി കിട്ടുന്നത്? ഇറ്റ് ഈസ് ദി സർഫസ് ടോപ്പോഗ്രഫി ഓഫ് ദി സാമ്പിൾ അല്ലെങ്കിൽ കോമ്പോസിഷൻ. ഓക്കെ, സർഫസ് ടോപ്പോഗ്രഫി നമുക്ക് കിട്ടും. അതായത് അപ്പൊ നമ്മളിപ്പോ ഒരു സാമ്പിൾ എടുക്കുക അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസ് എടുക്കുവാണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് പ്രത്യക്ഷത്തിൽ നോർമലി നമ്മുടെ ഐസ് കൊണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അതിനകത്ത് യാതൊരുവിധ ഒന്നും കാണത്തില്ല അല്ലെ, ചരിവോ ഒടിവോ അങ്ങനത്തെ ഒന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഇപ്പൊ നമ്മൾ നോർമൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സർഫസ് ആയിരിക്കും. പക്ഷെ ആക്ച്വലി അതിനകത്ത് നമുക്ക് വോയിഡുകളുണ്ട്. വോയിഡ് എന്ന് പറഞ്ഞാൽ അതിൽ സുഷിരങ്ങളുണ്ട്, ആറ്റങ്ങൾ ഇരിക്കാൻ പറ്റുന്ന പൊസിഷനൊക്കെ ഇല്ല. അപ്പൊ ഇങ്ങനത്തെയൊക്കെയുള്ള പല ഒരു സ്ട്രക്ചർ, അതിന്റെ യഥാർത്ഥ ആ ഒരു സ്ട്രക്ചർ നമ്മളിപ്പോ ഇവിടുന്ന് മൂണിനെ നോക്കുന്ന സമയത്ത് നമുക്കൊന്നും തോന്നില്ല, ഒരു വട്ടം തിരിക്കുന്ന ഒരു സംഭവം. പക്ഷെ മൂണിന്റെ സ്ട്രക്ചർ അങ്ങനെയാണോ? അല്ലേ, മൂണിലേക്ക് നമ്മൾ അതിന്റെ യഥാർത്ഥ സർഫസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുഴികളും വലിയ ഗർത്തങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിലിരിക്കുന്ന സാമ്പിളിലെ കറക്റ്റ് സർഫസ്, അതായത് ആറ്റങ്ങളുടെ ആ ഒരു ലെയർ, അവരുടെ അറേഞ്ച്മെന്റ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ഇലക്ട്രോൺ ബീം
ഈ സാമ്പിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ ആ ഇന്ററാക്ഷൻ നമുക്ക് പല രീതിയിലാണ് എഫക്റ്റ് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പൊ അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്നതിന് അനുസരിച്ച് നമുക്ക് ഡേറ്റ കിട്ടും, ഒരു ഡയഗ്രാം കിട്ടും. അതിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള ഈ മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സാമ്പിളുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സർഫസിലെ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ഒരു സർഫസ്, ആ ഒരു എന്താണ് സർഫസിലെ കാര്യങ്ങളാണ്, ടോപ്പോഗ്രഫിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് സർഫസ് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ആ സാമ്പിളുടെ സർഫസിലുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് ഹൈലി റിസോൾവിംഗ് പവർ ഹൈ ആണ്, ഇറ്റ്സ് ബെറ്റർ ദാൻ 1 നാനോമീറ്റർ. അതായത് 1 നാനോമീറ്ററിനേക്കാളും താഴെ റേഞ്ച് വരുന്ന വോയിഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സുഷിരങ്ങളെയാണ് കേട്ടോ, ഹോളുകളാണ് കേട്ടോ, ഈ സർഫസിൽ തന്നെ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസ്. ഓക്കെ, അതൊക്കെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ സെം വഴി നമുക്ക് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. നമുക്ക് അതിലെ കാര്യങ്ങളിലേക്ക് പോകാം. എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഓക്കെ, നമ്മുടെ സാമ്പിൾ ഉണ്ട്. നമ്മൾ ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനുള്ളിൽ ഈ സാമ്പിൾ വെക്കാൻ ഒരു പൊസിഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കാൻ നേരം ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ വൺസ് ഈ ഒരു ഇലക്ട്രോൺ ബീമിനെ നമ്മൾ ഈ ഒരു സാമ്പിളിനകത്തേക്ക് കടത്തി വിടുകയാണ്. അപ്പോൾ സാമ്പിളിനകത്തേക്ക് ഹൈ എനർജി ഇലക്ട്രോൺ ബീം വന്ന് വീഴുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്പ് സിഗ്നൽസ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെക്കൻഡറി ഇലക്ട്രോൺസ് and the backscattered electrons and finally X-rays. ഓക്കെ, ഇത് മൂന്നുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതിൽ കൂടുതൽ ഇലക്ട്രോൺസുകളും ചേഞ്ചസുകളും ഒക്കെ വരാം. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് എന്താണ്? സെക്കൻഡറി ഇലക്ട്രോൺ, ബാക്സ്കാറ്റേർഡ് ഇലക്ട്രോൺ ആൻഡ് ദി എക്സ്റേസ്. ഓക്കെ, അപ്പൊ എന്താ സെക്കൻഡറി ഇലക്ട്രോൺ എന്നൊന്നും നമുക്ക് അറിയില്ല അല്ലെ. നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു ആറ്റം, അതിന്റെ ന്യൂക്ലിയസ്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ജസ്റ്റ് സിമ്പിൾ ജസ്റ്റ് ഒരു ആറ്റം വരയ്ക്കുന്നതേ ഉള്ളേ. ദെൻ 8, അതായത് 2, 8. ദെൻ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്താണ്? അത് വാലൻസ് ഷെല്ലാണ്. അപ്പൊ വാലൻസ് ഷെല്ലിൽ സപ്പോസ് ഒരു ഇലക്ട്രോൺ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ഹൈ എനർജി ഇലക്ട്രോൺ ബീം വന്ന് വീഴുവാണേ. അപ്പൊ വീഴുമ്പോ ഓക്കെ, വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ അല്ല, അപ്പം അതിന്റെ തൊട്ട് ഉള്ളിലുള്ള ഇലക്ട്രോണിനെ കണ്ടോ? അപ്പൊ ഈ ഹൈ എനർജി ഇലക്ട്രോൺ വന്ന് ഈ ഉള്ളിലുള്ള ഈ ഇലക്ട്രോണിനെ ഇവിടുന്ന് ഇടിച്ചു തെറിപ്പിക്കും. അതിനെ അങ്ങ് ഇടിച്ചു തെറിപ്പിച്ചിട്ട് അപ്പൊ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് വെളിയിൽ വരുമല്ലോ. ഓക്കെ, ഈ വെളിയിൽ വരുന്ന ഈ ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന കോറിലുണ്ടായിരുന്ന വാലൻസ് അല്ല, തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഇന്നർ ഇലക്ട്രോൺസിലെ ഏതെങ്കിലും ഇലക്ട്രോണിനെ ഇടിച്ചു തെറിപ്പിച്ച് അതിന് വെളിയിലോട്ട് വരികയും ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ ഈ ഇലക്ട്രോൺ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിനു ശേഷം ബാക്കി പിന്നെ അതിൽ നിന്ന് എനർജറ്റിക്കലി വ്യത്യാസമായിട്ടുള്ള, കാരണം ഈ സെക്കൻഡറി ഇലക്ട്രോൺ നമുക്ക് കിട്ടുന്നത് ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിങ് വഴിയിട്ടാണ്. സെക്കൻഡറി ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇൻ ഇലാസ്റ്റിക് അതായത് അവിടെ എനർജി നമുക്ക് കൺസേർവ് ചെയ്യുന്നില്ല. ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിങ് വഴിയിട്ടാണ് ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി ഇലക്ട്രോൺസുകളെ നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പൊ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയ സർഫസ് നമ്മൾ ഒത്തിരി ഉള്ളിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് വാലൻസ് ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ല് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ആ ഒരു പെനട്രേഷൻ കണ്ടോ, ആ ഒരു അത്രയും അതിനുള്ളിലേക്ക് പെനട്രേഷൻ പോകണം. നമുക്ക് സർഫസിന്റെ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഒത്തിരി ഉള്ളിലോട്ട് പോകേണ്ടത് ആവശ്യമില്ല. അപ്പോൾ ആ ഇലക്ട്രോണിനെ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സെക്കൻഡറി ഇലക്ട്രോൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സ് കിട്ടും. ഇനി എന്താ വാട്ട് അബൌട്ട് ദി ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്? ഓക്കെ, അഗൈൻ നമ്മളുടെ ന്യൂക്ലിയസ് ഇതാണ്. അതില് നമ്മുടെ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇതാണ്. ഓക്കെ, ദെൻ 2 ഇലക്ട്രോണ്, ഇതിൽ 8 ഇലക്ട്രോണ്, 1 2 3 4 5 6 7 8 ഇലക്ട്രോണ്, ദെൻ വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, ദെൻ ദ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിക്കോ, നമ്മൾ ഇലക്ട്രോൺ ബീം ഇങ്ങനെ വരുവാണ്. ഈ ഇലക്ട്രോൺ ബീം ഇങ്ങനെ പോയി ഈ ലെവലിൽ പോയി അവിടുന്ന് ഒരു റിഫ്ലക്ഷൻ അറിയാലോ. ഇലക്ട്രോൺ അടുത്ത് വരുമ്പോഴത്തേക്കിനും അവര് എന്താണ് അവർ തമ്മിൽ റിപ്പൽ ചെയ്യും. ദെൻ അവിടെ ചെന്നിട്ട് പിന്നെ അവിടുന്ന് ആ നമ്മുടെ ഈ പോയ ഇലക്ട്രോൺ തന്നെ റിഫ്ലക്റ്റഡ് ബാക്ക്. ഓക്കെ, അത് അവിടെ ചെന്നിട്ട് അതേപോലെ തിരിച്ച് ബാക്കിലേക്ക് സ്കാറ്റർ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇത് ഇലാസ്റ്റിക് സ്കാറ്ററിങ് ആണ് കേട്ടോ. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ബീം ഇതിലേക്കൂടെ പോയി അപ്പൊ അവിടെ അകത്തുള്ള ഇലക്ട്രോണായിട്ട് ഇന്ററാക്ട് ചെയ്തു. അപ്പം ഇലക്ട്രോൺ റിപ്പൽ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ തിരിച്ചു വരുന്നു. ഇലാസ്റ്റിക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഓർ റിഫ്ലക്റ്റഡ് ഇലക്ട്രോൺസ് ആണ് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്, നമ്മൾ BSE എന്ന് പറയും. പിന്നീട് ഈ പറയുന്ന കണക്ക്
ഈ ഇലക്ട്രോൺസ് ഇന്ററാക്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്റേസ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഏതെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്യാം. അറിയാലോ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൈ എനർജി ഇലക്ട്രോൺ ആ എനർജി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആറ്റത്തിൽ ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിലേക്ക് പോകാം. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കിനും കോംപ്ലിമെന്ററി എനർജി എമിറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ സ്പെക്ട്രോസ്കോപ്പിയിൽ. അതെന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഏതെങ്കിലും ഒരു ഇതാണെങ്കിൽ, ഏതെങ്കിലും ഒരു റീജിയനിലാണെങ്കിൽ നമുക്കത് സ്റ്റഡി നടത്താം. മോസ്റ്റ് ഓഫ് ദി കേസ് നമുക്ക് അങ്ങനെ ഒരു റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും എക്സ്റേസ് ആയിരിക്കും. അവിടെ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു എനർജി കറസ്പോണ്ടിങ് ആ ഒരു എനർജി ബാരി അല്ലെങ്കിൽ ആ ഒരു എനർജി ഡിഫറൻസിന് കറസ്പോണ്ടിങ് നമ്മുടെ ഇലക്ട്രോണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വരത്തില്ലേ. അപ്പൊ അതിനെ കോംപ്ലിമെന്ററി എനർജി എമിറ്റ് ചെയ്യില്ല. കോംപ്ലിമെന്ററി എനർജി നമുക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്നത് എക്സ്റേയുടെ ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ. അതായത് ഒരു ഇലക്ട്രോൺ ബീം ഒന്ന് സാമ്പിളിൽ വീഴുമ്പോൾ നമുക്ക് സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടാകാം, ബാക്ക് സ്കാറ്റർഡ് ഇലക്ട്രോൺസ് ഉണ്ടാകാം, എക്സ്റേസ് ഉണ്ടാകാം. ഇതിനെയൊക്കെ സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ സർഫസ് ടോപ്പോളജി അല്ലെങ്കിൽ ടോപ്പോഗ്രഫി അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ BSE ആയാലും സെക്കൻഡറി ഇലക്ട്രോൺ ആയാലും ബാക്ക് സ്കാറ്റർ ഇലക്ട്രോൺ ആയാലും എക്സ്റേസ് ആയാലും ഇതിൽ ഏറ്റവും നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യുന്ന സെമ്മിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത് സെക്കൻഡറി ഇലക്ട്രോൺ ആണ്. അപ്പോൾ SE അങ്ങനെ ഒന്ന് പഠിച്ചാൽ മതി, സെക്കൻഡറി. ഓക്കെ, അപ്പോൾ സെമ്മിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് സെക്കൻഡറി ഇലക്ട്രോൺസ് വഴിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണക്ക് സെക്കൻഡറി ഇലക്ട്രോണിന്റെ ഡിറ്റക്ടേഴ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു സെമ്മിന്റെ ആ ഒരു ഇൻസ്ട്രുമെന്റേഷനകത്ത് വരും. ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്, ആ ഒരു കംപ്ലീറ്റ് ആ ഒരു സെമ്മിന്റെ ഇൻസ്ട്രുമെന്റ് അപ്പാരറ്റസിനുള്ളിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു സ്പെസിമെൻ സ്റ്റേജ് ഉണ്ട്. ദെൻ ആ സ്പെസിമെൻ സ്റ്റേജിലേക്ക് നമുക്ക് ഇലക്ട്രോൺ ബീം വരുവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇലക്ട്രോൺ ബീമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഇലക്ട്രോൺ ഗൺ. കണ്ടോ, ഇലക്ട്രോൺ ഗണ്ണാണ്. അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണ് മിക്കവാറും നമുക്ക് ഉള്ളത് ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ ഇലക്ട്രോൺ ഗണ്ണാണ്. ദെൻ ഇപ്പൊ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എനിവേ ഇലക്ട്രോൺ ഗണ്ണുണ്ട്. അപ്പൊ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് നമുക്ക് ഹൈ എനർജറ്റിക്കലി ഓർ ഹൈലി ആക്സിലറേറ്റഡ് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമുക്ക് വരുന്നത് ഒരു ലെൻസ് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് വരുന്ന ഒരു ഏരിയ. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോൺ ഗണ്ണാണ്. ഓക്കെ, ഇലക്ട്രോൺ ഗണ്ണ് കഴിഞ്ഞാൽ പിന്നെ ലെൻസ് ഏരിയ ആണ്. മാഗ്നറ്റിക് ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഒരു വരുന്ന ഇലക്ട്രോണിനെ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ലെൻസുകളുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്നത് ഒരു കോയിൽ സെക്ഷൻ ആണ്. കോയിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഡിറ്റക്ടർ സെക്ഷൻ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനമാണ് നമ്മൾ സാമ്പിൾ വെക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രോൺ ബീമുകള് നേരെ സാമ്പിൾ, ഓക്കെ, ഇതാ ഇവിടെ നിന്ന് നേരെ ഇലക്ട്രോൺ ബീമുകൾ സാമ്പിളിൽ വന്ന് വീഴുന്നു. അപ്പൊ സാമ്പിളിൽ വന്ന് വീഴുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയുണ്ട്, സെക്കൻഡറി ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ട് ചെയ്യാൻ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ ഉണ്ട്. ദെൻ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഉണ്ട്, അതിനെ ഡിറ്റക്ട് ചെയ്യാൻ ബാക്ക് സ്കാറ്റേർഡ് ഡിറ്റക്ടർ ഉണ്ട്. ദെൻ അതുകൂടാതെ നമുക്ക് എക്സ്റേസ് ഉണ്ട്, എക്സ്റേസിനെയും ഡിറ്റക്ട് ചെയ്യാൻ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ഈ ഡിറ്റക്ടർ എല്ലാം നേരെ റെക്കോർഡർ വഴി, റെക്കോർഡർ, അനലൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി ഇൻസ്ട്രുമെന്റ്സിലേക്കൊക്കെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പല നമുക്ക് പറയാം, ഇലക്ട്രോൺ പ്രോബ് വരുന്നതുകൊണ്ട് സ്പെസിമെൻ സ്റ്റേജ് ഉണ്ട്, ഡിറ്റക്ടർ സ്റ്റേജ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് അതായത് ഇമേജ് ഡിസ്പ്ലേ യൂണിറ്റ്, അങ്ങനത്തെ കുറെ പല സെഗ്മെന്റുകളായിട്ടാണ് നമുക്ക് ഈ സെമ്മിലെ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ കാണപ്പെടുന്നത്. അത് ഓരോന്ന് എന്തോന്നുള്ളത് നോക്കാം, എന്താ ഒരു പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോൺ ബീമാണ്. ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണിത് ഇലക്ട്രോൺ ഗണ്ണ്. അപ്പൊ ഇലക്ട്രോൺ ഗണ്ണിനകത്ത് എന്താണുള്ളത്, ടങ്സ്റ്റൺ ഫിലമെന്റ് കാഥോഡാണ് ഉള്ളത്. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ ടങ്സ്റ്റൺ തന്നെ തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു പോയിന്റ്. എന്തുകൊണ്ട് നമ്മൾ ടങ്സ്റ്റൺ സെലക്ട് ചെയ്യുന്നു? ബിക്കോസ് ടങ്സ്റ്റൺ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതായത് എത്ര ഹൈ ടെമ്പറേച്ചർ വേണമെങ്കിലും ടങ്സ്റ്റൺ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അപ്പൊ പെട്ടെന്നൊന്നും ഉരുകത്തില്ല. പിന്നെ ലോവസ്റ്റ് വേപ്പർ പ്രഷർ ആണ്. ഓക്കെ, ലോവസ്റ്റ് വേപ്പർ പ്രഷർ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് അത് മാത്രമല്ല അത്
നമുക്ക് ലോ കോസ്റ്റും ആണ്. അപ്പോൾ എന്താണ്, നമുക്കിപ്പോൾ ഇപ്പോൾ ആക്സിലറേറ്റ് ചെയ്യാൻ ഹൈ എനർജി അല്ലെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് ഫലമായിട്ട് ഇപ്പോൾ അഥവാ ഹൈ ഹീറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്താൽ പോലും ആ ഒരു ഫിലമെന്റ് പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. ഓക്കെ, ലോവസ്റ്റ് വേപ്പർ പ്രഷറാണ്. വേപ്പർ പ്രഷറൊക്കെ വളരെ കുറവാണ് വെച്ചാൽ ആ ഒരു വേപ്പർ, ഇപ്പം ടങ്സ്റ്റൺ ഫിലമെന്റ് പറയുമ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുവാണ്, അത് പിന്നെ വേപ്പറായി വേപ്പർ പ്രഷർ വെച്ചാൽ വലിയ പ്രഷറൊന്നും അതിന്റെ നമ്മൾ ഇൻസ്ട്രുമെന്റ് വാളിൽ എക്സേർട്ട് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഡാമേജുകൾ നമുക്ക് വളരെ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ടിട്ടൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടിട്ടൊക്കെയാണ് നമ്മൾ ടങ്സ്റ്റൺ തന്നെ ഫിലമെന്റ് ആയിട്ട് എടുക്കുന്നത്. പിന്നീട് ടങ്സ്റ്റന്റെ ആ ഒരു ക്വാളിറ്റി, ടങ്സ്റ്റൺ കൊണ്ടുണ്ടാകുന്ന റെസൊല്യൂഷൻ അല്ലെങ്കിൽ റിസോൾവിംഗ് പവറിനേക്കാൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടങ്സ്റ്റൺ മാറ്റിയിട്ട് ലന്താനം ഹെക്സാബോറൈഡ് ഒക്കെയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. LaB6 ലന്താനം. ലന്താനം എന്നൊക്കെ പറഞ്ഞാൽ അറിയോ, നമ്മുടെ F ബ്ലോക്ക് എലമെന്റ്സിൽ ആദ്യത്തെ എലമെന്റ് ആണ് ലന്താനം. ഓക്കെ, ലാന്തനൈറ്റ്സ് ലാന്തനോട്സ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ലന്താനം കഴിഞ്ഞിട്ട് വരുന്നത് ലാന്തനൈറ്റ്സ്. അപ്പോൾ ലന്താനം ഹെക്സ 6 ബോറോൺ ഉള്ള ലന്താനമാണ്. ലന്താനം നമ്മൾ എമിറ്റർ, ഇലക്ട്രോൺ എമിറ്റർ ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ ഫീൽഡ് എനർജി ഇലക്ട്രോൺ ഗൺ, FEG എന്ന് പറഞ്ഞാല് FEG എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ഫീൽഡ്, FIELD ഫീൽഡ് ഇലക്ട്രോൺ ഗണ്ണ്. ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ് കേട്ടോ, ഫീൽഡ് ഇലക്ട്രോൺ ഗണ്ണ്. ഓക്കെ, ഫീൽഡ് ഒരു പർട്ടിക്കുലർ ഫീൽഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ആണ്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിനെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വീണ്ടും അതായത് കൂടുതൽ എന്താണ് റെസൊല്യൂഷൻ കൂട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ പിന്നീട് ഈ പറഞ്ഞ ഇലക്ട്രോൺ ഗണ്ണിൽ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ സിംഗിൾ ക്രിസ്റ്റൽ എമിറ്റർ ഉണ്ട്, അതുപോലെ സിർക്കോണിയം ഓക്സൈഡിന്റെ എമിറ്റർ ഉണ്ട്. ഷോർട്ട് കീ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സോളിഡ് സ്റ്റേറ്റിന്റെ ഷോർട്ട് കീ ഡിഫക്റ്റ് ഒക്കെ വരുന്ന ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. സിർക്കോണിയം ഓക്സൈഡ് അങ്ങനത്തെയൊക്കെ പലതരം പുതിയ ഇലക്ട്രോൺ ഗണ്ണിന് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടങ്സ്റ്റണിന് പകരം ഈ തരത്തിലുള്ള ഇലക്ട്രോൺ എമിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഇത്രയും പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി ടങ്സ്റ്റൺ ഫിലമെന്റ് വഴിയിട്ട് നമ്മൾ അറിയാലോ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ആ ഒരു പൊസിഷനിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടങ്സ്റ്റൺ ഫിലമെന്റ് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹൈ ഇലക്ട്രിക് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഓക്കെ, 1 to 30 kV വരെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു വോൾട്ടേജിലായിരിക്കും ആ ഒരു ഇലക്ട്രോൺ ബീം ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഓക്കെ, ഇതിനകത്ത് ഇനി നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്തും റെസൊല്യൂഷനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേവ് ലെങ്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ഇലക്ട്രോൺ വോൾട്ടും ആ ഒരു അതായത് ഇലക്ട്രോണിന്റെ എനർജിയും വേവ് ലെങ്തും ഒക്കെ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് h/√MEV എന്നൊക്കെ MEV എന്നുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം റെസൊല്യൂഷൻ കുറവായിരിക്കും. അതായത് നമ്മള് ഈ ഇലക്ട്രോണ് വേവ്സ് ആയിട്ട് മൂവ് ചെയ്യുന്നു പറയും അല്ലെ, ഇലക്ട്രോൺ ബീം മൂവ് ചെയ്യുന്നത് വേവ്സ് ആയിട്ടാണ്. അപ്പോൾ അതിലെ ആ ഒരു വേവ് ലെങ്ത് കൂടുതൽ, ഇലക്ട്രോണിന്റെ ആ ഒരു വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ റിസൊല്യൂഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വേവ് ലെങ്ത് കുറഞ്ഞ നമ്മള് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കാര്യം പറഞ്ഞാൽ ഫസ്റ്റിലേ പറഞ്ഞു അല്ലേ, സാധാരണ നമ്മുടെ വിസിബിൾ ലൈറ്റിനെക്കാട്ടിലും ഒക്കെ വേവ് ലെങ്ത് അതിന്റെ 10⁶ ടൈംസ് ഒക്കെ കുറവായിരിക്കും, അല്ലെങ്കിൽ 3⁻³ × 10⁶ ടൈംസ് ഒക്കെ കുറവായിരിക്കും നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീമിന്റെ വേവ് ലെങ്ത് അത്രത്തോളം കുറവാണ്. അത് എന്തെന്ന് വെച്ചാൽ റെസൊല്യൂഷൻ, ഹൈ റെസൊല്യൂഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞല്ലോ സെമ്മിന്റെ. അപ്പോൾ റെസൊല്യൂഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവ് ലെങ്ത് കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വേവ് ലെങ്തും റെസൊല്യൂഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റെസൊല്യൂഷൻ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ സെമ്മിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസുകൾക്ക് വേവ് ലെങ്ത് കുറവാണ്. പിന്നെ പറയുന്ന സ്പെസിമെൻ സ്റ്റേജ് ആണ്. നമുക്ക് സ്പെസിമെൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു നമ്മുടെ സാമ്പിൾ വെക്കുന്ന ആ ഒരു ഇതില്ലേ, അപ്പൊ അതായത് ഈ സാമ്പിളിലൂടെ നമുക്ക് ഈ വരുന്ന ഈ ഒരു ലൈറ്റിന് പല രീതിയിലുള്ള മൂവ്മെന്റ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ സെമ്മിന് മൂവ്മെന്റ് നമുക്ക് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഉണ്ട്, വെർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ട്. സ്പെസിമെൻ ടിൽറ്റിംഗ് ആൻഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്പെസിമെൻ ഇല്ലേ, നമ്മുടെ ഇവിടെ ഈ ഒരു സ്പെസിമെൻ സ്റ്റേജ്, ആ ഒരു സ്പെസിമെനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, ടിൽറ്റ് ചെയ്യാം, ചരിക്കാം.
അപ്പൊ പല രീതിയിൽ പല ആംഗിളിൽ ഹൊറിസോണ്ടലി വെർട്ടിക്കലി ആൻഡ് പല ഡിഫറെന്റ് ആംഗിളിലൊക്കെ നമ്മൾ ഈ ഒരു ഇമേജ് അതിന്റെ ആ ഒരു എന്താണ് ആ ഒരു ഇന്ററാക്ഷൻ ഇലക്ട്രോൺസും ആ ഒരു സ്പെസിമിനും തമ്മിൽ പല ഡിറക്ഷനിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് കേട്ടോ എടുക്കുന്നത്. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് അതുവഴിയിട്ടാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ആ ഒരു ഫീൽഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് നല്ലത്. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആകുമ്പോൾ ആ പരക്കെ ആ ഒരു സാമ്പിളിൽ പരക്കെ അങ്ങ് പോകും. വെർട്ടിക്കൽ ആകുമ്പോൾ നമുക്ക് അതിന്റെ ഡെപ്ത് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഡെപ്തിലേക്ക് നമുക്ക് പോകേണ്ടുന്ന ആവശ്യമില്ല. നമുക്ക് സർഫസ് ടോപ്പോഗ്രഫി ആണ് നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു സെമ്മ് വഴിയിട്ട്. അപ്പൊ നമുക്ക് കൂടുതൽ പെനട്രേഷന്റെ ആവശ്യം വരുന്നില്ല. പിന്നുള്ളത് ഡിറ്റക്ടർ സെക്ഷൻ ആണ്. ഡിറ്റക്ടർ സെക്ഷനിൽ നമുക്ക് സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡറി ഇലക്ട്രോൺ എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നമുക്ക് ഈ ഇലക്ട്രോൺ ഈ സെക്കൻഡറി ഇലക്ട്രോൺ വന്ന് വീഴുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം. അപ്പൊ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെന്റോ ഫോസ്ഫോറസെന്റോ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളായിട്ടായിരിക്കും. ആയിട്ടുള്ള സബ്സ്റ്റൻസുകളായിരിക്കും നമ്മൾ അതിനകത്ത് കോട്ട് ചെയ്യുന്നത്. അപ്പൊ കോട്ട് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ ഈ സെക്കൻഡറി ഇലക്ട്രോൺ വന്ന് വീഴുമ്പോൾ അവിടെ ഒരു സ്ട്രൈക്ക് ഒരു ഫ്ലാഷ് പോലെ വരും. ആ ഫ്ലാഷിനെയാണ് ഡിറ്റക്ടർ അനലൈസ് ചെയ്തിട്ട് നേരെ നമുക്ക് എവിടേക്ക് കൊടുക്കുന്നത്, അനലൈസർ അല്ലെങ്കിൽ റെക്കോർഡർ ആ ഒരു സെഗ്മെന്റിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഈ സെക്കൻഡറി ഇലക്ട്രോൺ ഹൈ വോൾട്ടേജ് ആ ഒരു സ്പെസിമെൻ അവിടെ നിന്ന് നമുക്ക് കറസ്പോണ്ട് റെക്കോർഡറിലേക്ക് അതിനെ അട്രാക്ട് ചെയ്യപ്പെട്ട് നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. ഒരു ഫ്ലൂറസെന്റ് അല്ലെങ്കിൽ ഫോസ്ഫോറസെന്റ് സബ്സ്റ്റൻസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് സിഗ്നൽസ് നമുക്ക് നേരെ റെക്കോർഡറിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആ ഇലക്ട്രിക് സിഗ്നൽ ആയിട്ടാണ് ആ ഇലക്ട്രോൺ, അതായത് ആ വന്ന് വീഴുന്ന ഫ്ലാഷ്, ആ ഒരു ലൈറ്റില്ലേ നമ്മൾ ഫ്ലൂറസെന്റിൽ വന്ന് വീഴുമ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു ലൈറ്റ്, ആ ലൈറ്റിനെ പിന്നെ ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് പിന്നെ ആ ഒരു സിൻഡിലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡിറ്റക്ടർ ആണ് കേട്ടോ. അതാണ് സിൻഡിലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഡിറ്റക്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാം. പക്ഷെ നമ്മൾ സെമ്മിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി ഇലക്ട്രോണിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഇമേജ് ഡിസ്പ്ലേ ആൻഡ് റെക്കോർഡിങ് അറിയാലോ. അത് ബാക്കിയൊക്കെ ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. ഡിറ്റക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ അത് റെക്കോർഡറിലേക്ക് സിഗ്നൽസ് എല്ലാം ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളത് റെക്കോർഡറിലേക്ക് പോകും. അവിടുന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഡേറ്റ, ആ ഒരു സ്പെക്ട്രം അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലെ നമ്മുടെ സൈസ്, ആ ഒരു ആറ്റങ്ങളുടെ, അതായത് പറയാം 1 നാനോമീറ്ററിനേക്കാളും ബെറ്റർ ആണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സർഫസ് എങ്ങനെ, നമ്മുടെ സാമ്പിൾ ഇല്ലേ, നമ്മളിപ്പോൾ ഒരു മെറ്റലാണ് എടുത്തിരിക്കുക, അല്ലെങ്കിൽ ഞാൻ പല സിങ്ക് ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ നമ്മൾ സെം എടുക്കുമ്പോഴത്തേക്കിനും അത് ആക്ച്വലി ആ സിങ്ക് ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസിന്റെ സർഫസ് എങ്ങനെ ഇരിക്കും, അതിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ആറ്റങ്ങളുടെ ഒക്കെ അറേഞ്ച്മെന്റ് എങ്ങനെയൊക്കെയാണെന്നുള്ള ആ ഒരു ടോപ്പോഗ്രഫി, ആ ഒരു സർഫസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് സിങ്ക് ഓക്സൈഡ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ആ സിങ്ക് ഓക്സൈഡ് അതിന്റെ പെർട്ടിക്കുലർ സെം വാല്യൂ ഒക്കെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ അതുമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സെയിം സബ്സ്റ്റന്റ് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെത്തിയിരിക്കുന്നതെന്നൊക്കെയുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.